ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മീശപ്പുലിമലയിലേക്കാണ് കേട്ടോ. മീശപ്പുലിമലയുടെ ബേസ് ക്യാമ്പിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ മീശപ്പുലിമലയിലേക്ക് വരാനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര രൂപയ്ക്കാണ്, ഇവിടെ എങ്ങനെയൊക്കെയാണ് സ്റ്റേ ഉള്ളത്, അതേപോലെ ഇവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങൾ ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും ക്ലൗഡ് ബെഡ് ഉള്ള സമയം തന്നെയാണ്. ശരിക്കും സീസൺ എന്ന് പറയുന്നത് ഡിസംബർ ആ സമയത്താണ് എന്നുള്ളത് തന്നെ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സമയത്താണെങ്കിലും ക്ലൗഡ് ബെഡ് ഉള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. പക്ഷേ അതിന് മുൻപായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന, അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്തും ഒക്കെ ആയിട്ട് കയറി വന്ന ഭാഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചില കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് മീശപ്പുലിമലയിലെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കേ. നമ്മൾ മീശപ്പുലിമല ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് റോസ് ഗാർഡനിൽ എത്തിയിട്ടോ. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഇവിടെ നിന്ന് ജീപ്പ് വഴി നമുക്ക് കയറി പോകണം. അപ്പോൾ എൻ്റെ കൂടെ വരാനുള്ള 2 പേര്, അവരായിട്ട് ഷെയർ ഇട്ടിട്ടാണ് ഞാൻ കയറി പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന 2 പേര് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 2. ഇനി ഇതാണ് കേട്ടോ റോസ് ഗാർഡൻ. ഈ റോസ് ഗാർഡൻ്റെ ഇവിടുന്ന് നമ്മൾ കയറി ഇനി ഇവിടെ നിന്ന് ജീപ്പ് വഴി നമ്മൾ നേരെ മീശപ്പുലിമലയ്ക്ക് കയറി പോകുന്നത് കേട്ടോ. മൂന്നാറിലെ പൂവുകൾക്കുള്ളൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തണുപ്പ് ഉള്ള അന്തരീക്ഷത്തിലായതുകൊണ്ട് നല്ല കളറായിരിക്കും. എന്താ ഡാലിയ പൂവൊക്കെ പല കളറിലൊക്കെ ഉള്ള ഡാലിയ പൂവുകളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ടോ, അടിപൊളിയായിട്ട്. ഇത് വേറൊരു ഡിസൈനാണ്. അടിപൊളിയല്ലേ നോക്കിയത്, വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ. എന്നാ സൂപ്പറാണല്ലേ. ആഹാ, ഇത് കണ്ടോ, മഞ്ഞ ഡാലിയ. ഡാലിയ തന്നെയാണോന്ന് അറിയില്ല, ഇത് വേറെ ഏതോ ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഓഫീസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ താഴത്തു നിന്നുള്ള, അതായത് റോസ് ഗാർഡൻ്റെ താഴത്തു നിന്നുള്ള ഓഫീസാണിത്. നമ്മൾ ശരിക്കും എൻട്രി എന്ന് പറയുന്നത് ഇതിൻ്റെ മേൽഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം പോയി പൈസയൊക്കെ അടച്ച് ഇവിടെ കയറിയത്. മൂന്നാർ ടൗണിൽ നിന്നുണ്ടല്ലോ സൈലന്റ് വാലി റോഡിൽ ഏകദേശം 1.5 കിലോമീറ്റർ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ റോസ് ഗാർഡന്റെ താഴത്ത് നിന്നുള്ള എൻട്രി വരും. അപ്പോൾ ഇവിടെ ആ ജീപ്പുകളൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇവിടെ നിന്നാണ് നമ്മൾ ആ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ജീപ്പ് സഫാരി തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഈ വഴിയിലൂടെയൊക്കെയാണ് കേട്ടോ നമ്മൾ ആ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയുള്ള ജീപ്പിൽ നമ്മൾ പോകുന്നത്. ക്യാമ്പിലേക്ക്, അതായത് ക്യാമ്പിലേക്ക് പോകുന്ന വഴി. എന്ത് രസമുള്ള ഒരു സീനറിയും കാര്യങ്ങളൊക്കെയാന്ന് നോക്കിയേ. ആ ഒരു മൗണ്ടനും അതിന് താഴെയുള്ള താഴ്വാരങ്ങളും തേയിലത്തോട്ടങ്ങളും ഇതെവിടേക്കുള്ള ചെറിയ ചെറിയ ഒരു കെട്ടിടങ്ങളെ ചില ഭാഗത്തൊക്കെ നിൽക്കുന്നത് കണ്ടോ, എന്ത് രസമാണെന്ന് അറിയാമോ അതെല്ലാം കാണാൻ. നേരിട്ട് കാണാൻ ക്യാമറയിലൊന്നും ഇതൊക്കെ പകർത്തുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ ആ ഒരു ജീപ്പ് സഫാരിയിലൂടെ ഈ ഒരു ട്രക്കിംഗ് പോയിന്റിലേക്ക് പോകുന്നത്. ഇത് ഒരു ചെക്ക് പോസ്റ്റാണ് കേട്ടോ ഇവിടെ. നമ്മളങ്ങനെ സൈലന്റ് വാലിയിലേക്ക് എത്തിയിട്ടോ. അതായത് മീശപ്പുലിമലയിലേക്ക് പോകുന്ന വഴിക്കാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പല സൈലന്റ് വാലികളും ഉണ്ട് കേട്ടോ. പാലക്കാടുണ്ട്, അങ്ങനെ വേറെ കുറേ സൈലന്റ് വാലി എന്ന് പറയുന്ന പേരിൽ സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ സൈലന്റ് വാലി എന്നാണ് പേര് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട്. ഷൂട്ടിങ്ങൾക്ക് വളരെയധികം പേര് കേട്ട ഒരു സ്ഥലമാണ് കേട്ടോ സൈലന്റ് വാലി എന്ന് പറയുന്നത്. ധാരാളം ഗസ്റ്റുകൾ, നമ്മൾ തൊട്ട് മുമ്പ് വന്ന ഗസ്റ്റുകളാണ് ഇവർ. ഇവിടെ ആശീർവാദ് ഫിലിംസിൻ്റെ ആണ് കേട്ടോ ഇവിടെ ഷൂട്ടിങ് നടക്കുന്നത്. ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് ആണ്. പക്ഷേ ലാലേട്ടൻ്റെ ഇതായിരിക്കില്ല, പടമായിരിക്കില്ല. പടം ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. അങ്ങനെ അതിന് കാണുകയാണെങ്കിൽ പറയാം. അപ്പോൾ ഇവിടുത്തെ സൈലന്റ് വാലി എന്ന് മെയിനായിട്ട് പേര് വരാൻ കാരണം ഇങ്ങോട്ടേക്ക് അധികം ഗസ്റ്റുകളൊന്നും അങ്ങനെ വരുന്ന ഒരു ഏരിയ ഒന്നുമല്ല. അതായത് ഈ മീശപ്പുലിമല ട്രക്കിങ്ങിന് പോകുന്ന ആളുകൾ മാത്രമാണ് ഈ ഭാഗത്തേക്ക് കൂടുതലും എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് സൈലന്റ് വാലി എന്നുള്ളൊരു പേര് ഈ സ്ഥലത്തിന് വന്നു കേട്ടത്. ടോപ്പിൽ നിന്ന് കാർമേഘങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമോ, ഒട്ടും മഴയ്ക്ക് പ്രതീക്ഷയില്ലാത്തൊരു സമയമാണ്. മഴ നന്നായിട്ട് കാർമേഘങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഫുട്ബോൾ കളിക്കാനായിട്ട് അടിപൊളി സ്ഥലമല്ലേ നോക്കി. നട്ടുവെച്ച സമയമാണ് കേട്ടോ ഇപ്പോൾ. പക്ഷെ എന്നിട്ടും വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സുഖമായിട്ട് ഓടിച്ചാടി നടന്ന് കളിക്കാം. അപ്പോൾ അങ്ങനെ ഇതാണ് സൈലന്റ് വാലി. ഷൂട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മീശപ്പുലിമലയിലേക്ക് ആരുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും സൈലൻ്റായി കിടക്കുന്ന സൈലന്റ് വാലി എന്ന് പറയുന്ന പ്രദേശമാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വണ്ടികളെല്ലാം തിരിക്കുകയാണ്. ഇതിനകത്ത് ചിലത് റോഡോമാൻ ഷോയിലേക്ക് പോകുന്ന വണ്ടികളുണ്ട്, ചിലത് നമ്മുടെ ക്യാമ്പിലേക്ക് പോകുന്ന ടെൻറ്റിലേക്ക് പോകുന്ന വണ്ടികളുണ്ട്, ചിലത് മറ്റേ കോട്ടേജിലേക്ക് പോകുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ഇത് മൂന്നും പോകുന്നത് ചെന്ന് കുട്ടിമുട്ടുന്നത് മീശപ്പുലിമലയിൽ ചെന്ന് നാളെ രാവിലെ ട്രക്കിങ്ങിൽ, നാളെ രാവിലെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രക്കിങ്ങിൽ ചെന്നിട്ടാണ് കൂട്ടിമുട്ടുന്നത് കേട്ടോ. ഇത് നോക്കി സൈലന്റ് വാലിയിലുള്ള ഒരു LP സ്കൂളാണ് ഇത്, എയ്ഡഡ് LP സ്കൂള്. സൂപ്പർ അല്ലേ നോക്കി, അവിടെ പൂട്ടിയിട്ടേക്കാണ്. അയ്യോ, അവരിപ്പോൾ പിള്ളേരൊക്കെ തിരുമ്പോൾ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അടിപൊളിയല്ലേ നോക്കി, ഇത്രയും നന്നായിട്ടുള്ള LP സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടുന്ന പിള്ളേർ. സത്യത്തിനുണ്ടല്ലോ, ഞാൻ ആലോചിക്കായിരുന്നേ, ഇവിടെ നിന്ന് കുട്ടികൾക്ക് ടീച്ചർമാരുടെ അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ വേദനയൊന്നും എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ മരവിച്ച് ഒക്കെ ഇരിക്കുമായിരിക്കുമല്ലോ ഈ തണുപ്പത്ത് ഒക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നാളെ രാവിലെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മീശപ്പുലിമലയുടെ ബേസ് ക്യാമ്പിലേക്ക് എത്തിയിട്ടത് എൻ്റെ പുറയിൽ കാണുന്ന ഇന്ന് രാത്രി കിടക്കാനുള്ള ടെന്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇന്നത് കുറേ ഇസ്രായേലി ടീംസ് എല്ലാവരും ഉണ്ട് കേട്ടോ. അവർ നല്ല എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ അവരോടൊപ്പമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. എൻ്റെ കൂടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, അവർ 4 പേരും ഉണ്ട്. അതെ, ഞങ്ങൾ 2 പേരും അവിടെ നിൽക്കുന്നു. ഞങ്ങൾ 2 പേരാണ് ഇവിടെ, മറ്റു 2 പേരും അവിടെ ക്യാമ്പിലേക്ക് പോയിരിക്കുകയാണ്. ക്യാമ്പല്ല, നമ്മുടെ കോട്ടേജിലേക്ക് പോയിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇസ്രായേലിൽ നിന്ന് വന്നവരാണ് കേട്ടോ. അപ്പോൾ ഇവരൊരു 10-20ഓളം പേരുണ്ട്. അപ്പോൾ അവരോടൊപ്പമാണ് ഇന്നത്തെ രാത്രി ഇന്ന് ഞങ്ങളിത് ഇവിടെ എൻജോയ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ക്യാമ്പ് ഫയർ എല്ലാം ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഒരു വ്യൂ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതിങ്ങ് താഴെ കാണുന്നതുണ്ടോ, അവിടെ ആ കാണുന്നത് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ടോയ്ലറ്റ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വന്നതിൽ കിരണ കേട്ടോ ഈ പോസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കിരണ ഇവിടെ ഇടുക്കിയെന്നല്ലോ പറഞ്ഞേ? ദീപക് കോട്ടയം അല്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ 3 പേരാണ് ഇന്ന് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റൊരു അങ്ങോട്ടേക്ക് പോയി, കോട്ടേജിലേക്ക് പോയി. അപ്പോൾ അവരെയും കൂടി നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ അടിച്ചു വിളിക്കാം അല്ലേ? അല്ലേ കിരണേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് രാത്രി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെന്റ്. ഏറ്റവും രസകരമായൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 3 ടെന്റിലും നടുക്കുള്ള ടെന്റിലാണ് ഞാൻ കിടന്നത് കേട്ടോ. അപ്പൊ ആ ടെന്റും അതിന്റെ ഇപ്പുറമുള്ള ടെന്റും, ആ 2 ടെന്റ് പിറ്റേ ദിവസത്തെ നല്ല ശക്തമായ കാറ്റായിരുന്നു. ആ കാറ്റത്ത് ആ 2 ടെന്റും നശിച്ചു പോയി. അപ്പൊ ഞാൻ ടെന്റ് ബുക്ക് ചെയ്തതിന് 2124 രൂപയാണ് കേട്ടോ ചാർജ് വന്നത്. പിന്നെ നമ്മൾ ജീപ്പ് സഫാരി കയറി പോന്നു കഴിഞ്ഞപ്പോൾ അതിന് ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് ആവറേജ് ഒരു 700 ആ റേഞ്ച് വരുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ ചാർജ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 3450 രൂപ ചാർജ് വരും. അതുപോലെ മറ്റേ കോട്ടേജിനും സെയിം ചാർജ് തന്നെയായിരിക്കും വരുന്നത്. ഞങ്ങൾ ടെന്റിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ആ കോട്ടേജിന്റെ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കണേ. അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് അറിയണമല്ലോ ഇവിടെ വരെ വന്നപ്പോൾ. സമയവും ന്യായമായിട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ കോട്ടേജിനും റോഡോമാൻഷയ്ക്കും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ഏകദേശം പെർ ഹെഡ് 3450 രൂപ ആണ് കേട്ടോ ഇതിന് വരുന്ന റേറ്റ്. ശരിക്കും ഇന്ന് ഈ ഇസ്രായേൽ ടീം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങള് ഒരു 4-5 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു എൻജോയ്മെന്റ് കൂടുതലായി. പിന്നെ ഇവർ കൂടുതൽ സംസാരിക്കുന്നത് ഹിബ്രു ഭാഷയാണ്. ഇതിനകത്ത് 1-2 പേര് മാത്രമാണ് അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുള്ളൂ കേട്ടോ. ഒരുപാട് അടുത്ത് വരുന്നവർ വളരെ ചുരുക്കമുള്ളൂ. മറ്റുള്ളവരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ മാറി നിൽക്കണം, നമ്മളെ മൈൻഡ് ചെയ്യണം, അങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷേ 3-4 പേര് അത്യാവശ്യം നമ്മളോട് സംസാരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുന്നുണ്ട്. മറ്റവർ അവരുടെ ആ ഒരു രീതിയിൽ നിന്ന് മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവർ ആ രീതിയിൽ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇവർക്ക് ഏകദേശം 2 ആഴ്ചയാണ് ഇനി ഇവിടെ ഉള്ളൂ എന്ന് പറയും. 2 ആഴ്ച കഴിഞ്ഞാൽ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഡൽഹി മുതൽ ഇങ്ങനെ കറങ്ങിയാണ് അവരിങ്ങോട്ട് പോരുന്നത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് കേരളത്തിലെത്തിയതാണ്. 2 ആഴ്ചയോടെ കഴിഞ്ഞാൽ അവരിങ്ങനെ തിരിച്ച് ഇസ്രായേലിലേക്ക് പോകും. ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇനി കിടക്കാൻ പോവുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ 4 മണിക്ക് എഴുന്നേക്കണം. അപ്പോൾ 5 മണിയാകുമ്പോഴേക്കും ജീപ്പ് വരും. എന്നിട്ട് നമ്മൾ നേരെ ഇനി ട്രക്കിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് ജീപ്പിൽ നമ്മൾ ട്രക്കിങ്ങിൽ കയറുന്നു. അതേപോലെ സൺറൈസ് എല്ലാം കണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ്.
കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ സ്ലീപ്പിംഗ് ബാഗൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടണം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അത്ര നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സമയം രാവിലെ 5:15. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് റോഡോ മാൻഷൻ എന്ന് പറയുന്ന ബിൽഡിങ്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ ആദ്യമേ തന്നെ ഇത്രയും വലിയ ഒരു കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ കയറാനുള്ളത്. ആദ്യത്തെ കയറ്റം കയറുമ്പോൾ തന്നെ നമ്മൾ ആകെ ടയേർഡായി പോവും. അപ്പോൾ ആ കയറ്റം കയറുമ്പോൾ തീരുമാനിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകണോ അത് വേണ്ടയോ എന്നുള്ളത്. അങ്ങ് താഴെ കാണുന്നത് റോഡോ മാൻഷനാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി കയറാനുള്ളൂ ഈ കയറ്റം. ദാ ഇവിടെ നിന്ന് ടോപ്പിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാം. അതല്ല നമ്മൾ ആകെ ടയേർഡായി പറ്റില്ല കിതച്ചു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഇറങ്ങി താഴെ വന്ന് റോഡോ മാൻഷനിൽ വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ കറങ്ങി തിരിച്ച് അവിടെ തന്നെ റോഡോ മാൻഷനിൽ തന്നെ നമ്മൾ വരും. അപ്പോൾ ആദ്യമേ നമ്മൾ കയറി ചെല്ലുന്ന അതായത് ഈ ഫസ്റ്റ് വ്യൂ പോയിന്റിന്റെ ഈ മലയുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ സൺറൈസ് കാണാൻ പറ്റുന്ന ഒരു പോയിന്റാണിത്. അതായത് ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വന്ന് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ സൺറൈസ് നമുക്ക് കാണാൻ കഴിയുന്ന മീശപ്പുലിമല പോലെ തന്നെ കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റാണ് ഇത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴ്വാര വ്യൂ ഒക്കെ നല്ല രീതിയിൽ കാണാം. അപ്പോൾ എപ്പോഴും മീശപ്പുലിമലയ്ക്ക് 3 തരം പ്രത്യേകത കാലാവസ്ഥകളാണല്ലോ ഉള്ളത്. ഒന്ന് കോടയുള്ള സമയം, മറ്റൊന്ന് ക്ലൗഡ് ബെഡുള്ള സമയം, പിന്നെ ഒന്ന് ഇതേപോലെ നല്ല വ്യൂകളൊക്കെയുള്ള പച്ചപ്പൊക്കെയുള്ള ഒരു സമയം. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളെ വരവേറ്റതുണ്ടല്ലോ ശക്തമായ കാറ്റാണ്. പക്ഷേ വേറെ കോടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് താഴേക്കുള്ള വ്യൂ ഒക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റി കേട്ടോ. പക്ഷെ ഭയങ്കര ശക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റായിരുന്നു. നമ്മൾ കാലൊക്കെ എങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിന്നില്ലെങ്കിൽ നമ്മൾ തെറിച്ചു പോകുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ. ദേ ആ ഒരു സൺറൈസ് നോക്കി തന്നെ അടിപൊളിയാന്ന്. ഇനി നമുക്ക് ഈ മലയുടെ മേളിൽ കയറണം കേട്ടോ. ഇതെല്ലാം മീശപ്പുലിമല. ഇവിടെ നിന്ന് ഇനിയും ഒരു 5-6 മലകൾ കയറി ഇറങ്ങി ചെന്നാലാണ് നമ്മൾ മീശപ്പുലിമലയിലേക്ക് എത്തുക. അതായത് ഫസ്റ്റ് മലയുടെ ഇറക്കമാണിത്. അതിൻ്റെ ടോപ്പിൽ ചെന്നിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഇവിടുന്ന് ഗൈഡ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കുറേ പേര് മുന്നോട്ട് പോകുമല്ലോ. അവർ നേരെ ടോപ്പിൽ ആ മലയുടെ ടോപ്പിൽ ചെന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ എല്ലാവരും എത്തി കഴിഞ്ഞിട്ട് പിന്നെ പോകാമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കൂടെ ഇന്നലെ ജീപ്പില് അമലും പേര് പറഞ്ഞ് അശ്വിനും ആയിരുന്നു കേട്ടോ. മറ്റവരുടെ നിങ്ങൾ പരിചയപ്പെട്ടില്ല. ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടിട്ടില്ല. അയർക്കത്ത് ഇറങ്ങി പകുതിയായിട്ട് ഇനിയും പോകാനുണ്ട് താഴേക്ക്. ഇനി ഇത്രയും ഇറങ്ങാനുണ്ട്. ഒന്നാമത് ഈ ചരലായതുകൊണ്ട് പെട്ടെന്ന് സ്ലിപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കയറ്റം ആണ് നമുക്ക് കയറി തോന്നുന്നു, അതാണ് പാട്. പക്ഷെ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറക്കം കയറ്റേക്കാൾ പാടാണ്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കുറച്ച് ദൂരം പോലെയല്ലേ തോന്നുന്നുള്ളൂ. ഇതിപ്പോൾ ആ ഒരു മല നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അങ്ങ് അവിടെ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് നല്ല ദൂരമുണ്ട് കേട്ടോ അങ്ങ് ടോപ്പിൽ നിന്ന് ഇവിടം വരെ. ക്യാമറയിൽ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തതാണ്. ഓരോ മലകൾ ഇറങ്ങി കയറുന്ന വഴിത്താരകളാണ് കേട്ടോ ഇതെല്ലാം. ശരിക്കും ഈ ഇസ്രായേലിൽ നിന്ന് വന്ന ടീമാണ് ഇത്. അവര് മുന്നേ തന്നെ നടന്നങ്ങ് പോയിരുന്നു. അപ്പോൾ ആദ്യത്തെ മല ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ മല കയറിയിട്ട് അവര് റിട്ടേൺ ഇറങ്ങിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവരങ്ങനെ തിരിച്ചിറങ്ങിപ്പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഗൈഡൊക്കെ കയറി വന്നത്. അപ്പോൾ അവര് പിന്നെ തിരിച്ച് വിളിച്ച് കയറ്റിക്കൊണ്ട് വന്ന് ഇനിയും പോകാനുണ്ട് എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. പക്ഷെ ഞങ്ങളെക്കായൊക്കെ മുമ്പ് അവര് നല്ല സ്റ്റാമിന കൂടുതലാണല്ലോ. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിച്ച് നമ്മളെക്കായി നല്ല സ്റ്റാമിന ഉള്ള ടീംസാണ് അവർ. അപ്പോൾ അവർ പെട്ടെന്ന് കയറി അങ്ങ് മേളിൽ പോയിട്ടോ. ഓരോ മലകൾ കയറി ഇറങ്ങുമ്പോഴും പുൽമേടുകളാണെങ്കിൽ തന്നെയും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് മീശപ്പുലിമല നമ്മൾ കയറി പോകുമ്പോൾ കാണാൻ പറ്റുക. നല്ല കീഴ്ക്കാൻ തൂക്കായ കുറേ കയറ്റങ്ങൾ, അതേപോലെ തന്നെ ചെറിയ കാട്ടരുവികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലൂടെ ഇപ്പം ഇച്ചിരി പച്ചപ്പ് ഇത്തിരി കുറവാണ്. നല്ല പച്ചപ്പുള്ള സമയം കൂടിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു അനുഭവമായിരിക്കും കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത്.
അട്ടശല്യം നന്നായിട്ടുള്ളൊരു മേഖലയാണെങ്കിലുണ്ടല്ലോ, ഞങ്ങൾക്ക് യാത്രയിൽ അട്ടശല്യം ഒന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഇതേപോലുള്ള നനവുള്ള ഭാഗത്തൊക്കെ ശരിക്കും മട്ടകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അങ്ങനെ അട്ട ആരും കടിച്ചതായിട്ടൊന്നും ആരും പറഞ്ഞും കേട്ടില്ല, എന്നെയും കടിച്ചൊന്നുമില്ല. പിന്നെ വെള്ളമൊക്കെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് ആരും അങ്ങനെ വെള്ളം സംഭരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് പേരെ കയ്യിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എനിക്കും ഇപ്പോൾ ഈ യാത്രയുടെ ഇടയ്ക്ക് വെള്ളം കുടിക്കണമെന്നൊന്നും തോന്നിയില്ല. കാരണം അതേപോലെ നല്ല തണുത്ത് ഇരിക്കുന്നൊരു അന്തരീക്ഷമാണല്ലോ. ഈ കാറ്റ് ശക്തമായിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതുണ്ടല്ലോ മലയുടെ മേളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ്. ഈ ഇറക്കം ഇറങ്ങി അങ്ങനെ താഴ്വാരത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അല്പം പോലും കാറ്റോ ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. മേളിലേക്ക് കയറി ചെല്ലും തോറും ആ ശക്തമായ കാറ്റും തണുപ്പും നമ്മളെ അങ്ങോട്ട് എന്താ പറയുക വാരിപ്പുണരും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായി പോവും. നമ്മൾ ഈ യാത്രയിൽ ഉണ്ടല്ലോ, നമ്മൾ 5 പേര് മലയാളികളായിട്ടുണ്ടായിരുന്നു. കൂടാതെ പിന്നെ ഉണ്ടായിരുന്നത് ഇസ്രായേലിൽ നിന്ന് വന്ന 20 അംഗങ്ങളാണ്. പക്ഷെ ഇത് കൂടാതെ വേറൊരു 10ഓളം പേര് ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് ഈ ഒരു ട്രക്കിങ് ബുക്ക് ചെയ്യാം. ആ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരിട്ട് അവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് നേരിട്ട് വരണം. അപ്പോൾ ഈ നമ്മുടെ ടെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കോട്ടേജോ ഒന്നും അല്ലാതെ നമ്മൾ മൂന്നാറിൽ നിന്ന് നേരിട്ട് ജീപ്പ് പിടിച്ച് ഈ ഒരു ട്രക്കിംഗ് പോയിന്റ് വരെ നമ്മൾ എത്തിച്ചേർന്നിട്ട് അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് കയറി പോകണം. അപ്പോൾ അതിനുള്ള ചാർജ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പക്ഷെ ഞാനത് ഒരിക്കലും നിങ്ങളെ സജക്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 2100 രൂപ കൊടുത്ത് നമ്മൾ കയറി വരുന്നത് തന്നെയാണ് ഒരു പരിധി വരെ ലാഭം. കാരണം അതിനകത്ത് ഫുഡുണ്ട്, താമസവും നമുക്ക് ടെൻ്റായാലും താമസവും നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ മറ്റേതെന്ന് വെച്ചാൽ മൂന്നാറിൽ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിരാവിലെ ഒരു 4 മണിക്കെങ്കിലും മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ മൂന്നാറിൽ റൂം എടുക്കുന്നതിൻ്റെ ചാർജ് അത് വേറെ. അപ്പോൾ അത് അത്ര നല്ല ഒരു ഇതാണെന്ന് തോന്നുന്നില്ല. ഉള്ളതിൽ നല്ലൊരു ഇത് ഈ ടെൻറ്റിൽ കിടക്കുന്ന ഇത് തന്നെയാണ്. ടെൻറ്റിൽ നമുക്ക് അധികം തണുപ്പും ഫീൽ ചെയ്യില്ല. അതുപോലെ ഫുഡ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു ഇതാണ് ഈ ടെൻറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ. അത് 2100 രൂപയും പിന്നെ നമുക്ക് വരുന്ന ജീപ്പിൻ്റെ ചാർജ് എന്ന് പറയുന്ന ഒരു ഷെയർ ഇട്ട് വരികയാണെങ്കിൽ നമ്മൾ വരുന്ന ഒരു 600-700 രൂപ പെർ ഹെഡ്. അപ്പോൾ അങ്ങനെ ആവറേജ് ഒരു 3000 രൂപയിൽ ഇത് തീരും. പിന്നെ മീശപ്പുലിമല ബുക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ട അവിടുത്തെ നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്പർ കിട്ടും. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഒക്കെ ആയിട്ട് ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആ നമ്പറിൽ നമ്മൾ നേരിട്ടൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കുക. വിളിച്ച് ചോദിച്ച് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിവരം കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്നെങ്കിൽ നേരിട്ട് വന്നിട്ട്, ഞാൻ നേരിട്ട് വന്നാണ് ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ നേരിട്ട് വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കുകയായിരിക്കും ബെറ്റർ. നല്ല വെയിലുള്ള സമയത്തൊക്കെയാണ് മീശപ്പുലിമല നമ്മൾ ട്രക്ക് ചെയ്യുന്നതെന്നൊന്ന് സങ്കല്പിക്കുക. ഇതേപോലെയുള്ള 1-2 മരങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് ചെറിയ തണൽ കിട്ടണം, ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ സ്വാഭാവികമായും മീശപ്പുലിമല ട്രക്ക് ചെയ്യുന്നവർ അതിരാവിലെ ആയിരിക്കും ട്രക്കിങ്. ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 11:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ട്രക്കിംഗ് ഒക്കെ പൂർത്തിയാക്കി ക്യാമ്പിൽ തിരിച്ച് എത്തും കേട്ടോ. മീശപ്പുലിമല നമ്മൾ ട്രെക്ക് ചെയ്യുമ്പോൾ സാധാരണ കാണുന്ന വ്യൂകളിൽ ഏറ്റവും മനോഹരമായ വ്യൂകളുള്ള ഒരു ഭാഗം ആണ് കേട്ടോ. ഇതുപോലുള്ള വേറെ കുറേ ഭാഗങ്ങളുണ്ട്. എന്നാലും ആ ഒരു ഏറ്റവും മനോഹരമായിട്ട് നമുക്കിങ്ങനെ കാഴ്ചയെ ഇങ്ങനെ നമ്മളെ ആകർഷിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫീൽ കിട്ടുമല്ലോ, അതേപോലെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഏറ്റവും മനോഹരമായ മറ്റു പല ഭാഗങ്ങളിൽ ഒന്ന്.
അങ്ങനെ നടന്ന് 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 6 മലകൾ താണ്ടി നമ്മൾ നേരെ മീശപ്പുലിമലയുടെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇനി ഒരു മല കൂടി നമ്മൾ കയറി കഴിഞ്ഞാൽ മീശപ്പുലിമല എത്തി. ഈ കാണുന്നതാണ് കേട്ടോ മീശപ്പുലിമല. നമ്മുടെ ആദ്യം വന്നവരുണ്ടല്ലോ അവരൊക്കെ ദേ അങ്ങ് ടോപ്പിൽ ഇപ്പം നിലവിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. അവരൊക്കെയാണ് ഇതേ ആ കാണുന്നത്. എന്താ വ്യൂ നോക്കിയല്ലേ, അടിപൊളി. ഇതാണ് കേട്ടോ റോഡോ ഡെൻഡ്രോൺ എന്നാണ് കേട്ടോ പൂവിന്റെ പേര്. റോഡോ മാൻഷോ എന്നല്ല. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ റോഡോ മാൻഷോ എന്ന് പറഞ്ഞ ആ ഗസ്റ്റ് ഹൗസിനെ പേരിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, അടിപൊളിയല്ലേ നോക്കി. അപ്പൊ ഇത് ഡിസംബർ മാസങ്ങളിലൊക്കെ നന്നായിട്ട് പൂവും. എല്ലാ മരങ്ങളും നന്നായിട്ട് പൂത്ത് നിൽക്കേ. ആ സമയത്ത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഈ പ്രദേശങ്ങൾ മുഴുവൻ ഇതിങ്ങനെ പൂത്ത് നിൽക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഗസ്റ്റുകൾ ഉണ്ടാകുന്ന സമയം. റോഡ് ഡെൻഡ്രോൺ. നമുക്ക് എത്തിച്ചേരാൻ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏത് യാത്രകളും നമുക്ക് കഠിനമായി തോന്നുകയില്ല. അത്ര നമുക്ക് ടയേർഡായാൽ പോലും നമുക്കത് ഫീൽ ചെയ്യില്ല. കാരണം നമുക്ക് എത്തിച്ചേരാനും എത്തിച്ചെന്ന് കഴിയുമ്പോൾ കയ്യെത്തിപ്പിടിക്കുന്ന ആ ഒരു മനസ്സംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുണ്ടെങ്കിൽ ആ യാത്രകൾ നമുക്ക് ആസ്വദിച്ച് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. അതിന് തെളിവാണ് മീശപ്പുലിമലയിലൂടെയുള്ള ഈ യാത്രകൾ എന്ന് പറയുന്നത്. കഠിനമായ പാതകളെയും നമ്മൾ നല്ല പുൽമെത്തകളാക്കി മാറ്റിയിട്ടുള്ള ഒരു സുഖകരമായ ഒരു യാത്ര. ഈ യാത്രയിൽ ചിലർ ആദ്യമേ തന്നെ മീശപ്പുലിമലയിൽ എത്തിച്ചേർന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരൊക്കെ നേരെ പെട്ടെന്ന് നടന്ന് അങ്ങനെ പോവുക ചെയ്തത്. നമ്മൾ സ്വാഭാവികമായി ഈ പ്രദേശത്തുകൂടി എപ്പോഴും വരുന്നവരോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ പരമാവധി കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പതുക്കെ റെസ്റ്റ് എടുത്ത് ആ രീതിയിൽ യാത്രകളെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാഴ്ചകൾ കണ്ടും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ആ രീതിയിലാണ്, പതുക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഞാനും നടന്നു കയറി വന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ടയേർഡ് ആവുകയില്ല. ഏത് ഉയരമുള്ള പ്രദേശത്തേക്ക് നമ്മൾ ട്രക്കിങ് നടത്തുമ്പോഴും നമ്മൾ പതുക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം. കുറച്ച് നേരം നടന്നു, അതുകൊണ്ട് ഹൃദയത്തിന് ആ ഒരു റെസ്റ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ നടന്ന് നീങ്ങാനായിട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കയറി വന്ന മലകളാണ് കേട്ടോ അങ്ങ് ദൂരെ ആ കാണുന്നത്. അപ്പോൾ പുതിയൊരു ഗ്ലൗസ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ ഗ്ലൗസ് മേടിച്ചപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിഥുൻ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ഗ്ലൗസും കൂടി വീഡിയോയിൽ കാണേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഗ്ലൗസ് മേടിച്ചുകൊണ്ട് ഒരു ഗുണമുണ്ടായി. കൈക്ക് ഒരുപാട് തണുപ്പ് ഏറ്റില്ല. കാരണം എന്താ വെച്ചാൽ കൈക്ക് നമുക്ക് ഒരുപാട് തണുപ്പ് അടിച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ പെട്ടെന്ന് നമ്മൾ ടയർഡായി പോകും, കൈയുടെ ഉള്ളം കൈയൊക്കെ മരവിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗ്ലൗസ് മേടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടി കേട്ടോ. അവിടെ നിന്നൊക്കെ കുറച്ച് പേര് ബാക്കി കടന്ന് വരുന്നേ ഉള്ളേ. അതിൻ്റെ ഉള്ളിൽ റെസ്റ്റ് എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ മീശപ്പുലിമലയുടെ ടോപ്പിലെത്തി. ഒരു കുറച്ച് കൂടിയുള്ളൂ. ഇവരാദ്യമേ തന്നെ എത്തിയിരുന്നു. അവരുടെ ടോപ്പിലെ സ്ഥാനം പിടിച്ചു. ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലേക്ക് എത്താം. നമ്മൾ പറയുന്നതിനേക്കാൾ കറക്റ്റ് ആയിരിക്കുമല്ലോ ഇവര് പറയുമ്പോൾ. ഇപ്പോൾ വരാമോ? നമ്മൾ ആ നേരെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആനയിറങ്ങൽ ഡാം, പിന്നെ അതിന്റെ താഴെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ ടീസ് ഫാക്ടറി സൂര്യനെല്ലുള്ളത്. അതിനപ്പുറത്ത് നീലക്കളർ ഷീറ്റ് ഇട്ടിരിക്കുന്നതല്ലേ, അത് വന്ന് കാറ്ററിംഗ് കോളേജ്, അത് വന്ന് ഗ്യാപ്പ് റോഡ്, പിന്നെ അത് വന്ന് നമ്മുടെ ഗ്യാപ്പ് റോഡ്, ചിന്ന കനാൽ, പെരിയ കനാൽ. പിന്നെ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ മൗണ്ടന് നേരെ താഴെ കാണുന്നതാണ് കൊളുക്കുമല. ഏത് മൗണ്ടന്റെ? ആ വലിയ മലയുടെ നേരെ താഴെ കണ്ടോ ഒരു അത് അത് കൊളുക്കുമല.
പിന്നെ അവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല വ്യൂ ഒക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ തേനി, കമ്പവും, ബോഡിമിട്ട് ഫുള്ള് താഴെ കാണുന്നത് തമിഴ്നാടാണ്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് കൊടൈക്കനാലാണ്. പിന്നെ ഇത് കാണുന്നില്ലേ ചെറിയൊരു ബിൽഡിംഗ് പോലത്തെ നേരെ സ്ലോപ്പില്, അതാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ. പിന്നെ താഴെയാണ് കൊരങ്ങണി എസ്റ്റേറ്റ്. അവിടെയാണ് 24 സ്റ്റുഡൻസ് ഇല്ലീഗലായിട്ട് വന്നിട്ട് കാട്ടുതീ കൊണ്ട് മരിച്ചു പോയത്. അത് പിന്നെയാണ് ഇല്ലീഗലായിട്ടുള്ളത് മാറ്റി നമ്മള് അവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് ലീഗലായത്. അതിൽ പിന്നെയാണ് ആൾക്കാർ അതിൽ കൂടെ കയറാണ്ട് ഇവിടെ നമ്മൾ KTC ഭാഗപ്പെട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അതതിന്റെ തൊട്ട് താഴെയല്ലേ? നമ്മൾ താഴെ കാണുന്ന നേപ്പാളിന്റെ നാഷണൽ ഫ്ലവർ. അതെ, ഇവിടെ ധാരാളം പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ വഴിയിൽ കണ്ടു, പക്ഷെ ഇവിടെ ധാരാളം പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. മറ്റേ എന്താണ് പേര്? റോഡോഡെൻഡ്രോൺ അല്ലേ? നേപ്പാളിന്റെ നാഷണൽ ഫ്ലവർ ആണ്. ഇവിടെ ധാരാളം പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കേട്ടതുപോലെ ഇതാ ആ കാണുന്നതാണ് കേട്ടോ കൊളുക്കുമല എന്ന് പറയുന്നത്. കൊളുക്കുമലയിൽ പോകുന്നതിന് ശരിക്കും ഇത്രയധികം ട്രക്ക് ചെയ്ത് കയറി വരേണ്ട കാര്യമില്ല, കാരണം ജീപ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരും. അപ്പോൾ കൊളുക്കുമലയെ എന്ന് പറയുന്നതും ആനമുടി അല്ലെങ്കിൽ മീശപ്പുലിമല എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരുവിധം കാണാവുന്ന രീതിയിലുള്ള അടുത്തടുത്തുള്ള പ്രദേശങ്ങൾ തന്നെയാണ്. അപ്പോൾ മീശപ്പുലിമലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 8661 അടിയാണ് കേട്ടോ. നമ്മൾ ബേസ് ക്യാമ്പിൽ കിടന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 8000 അടിയാണ്. അതായത് ഇപ്പോൾ മീശപ്പുലിമലയുടെ മീറ്റർ എന്ന് പറയുന്നത് 2640 മീറ്ററും ഫീറ്റിൽ പറയുമ്പോൾ 8661 അടിയുമാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആണ് ആനമുടി. ആനമുടി കഴിഞ്ഞ സെക്കൻഡ് പീക്കാണ് മീശപ്പുലിമല എന്ന് പറയുന്നത്. അപ്പോൾ മീശപ്പുലിമല, ആനമുടി, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള അഗസ്ത്യാർകൂടം ഒക്കെ ഈ ടോപ്പ് 10 വരുന്ന ഹയസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു റിസർവോയറാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് സൂം ചെയ്ത് അത്യാവശ്യം വിഷ്വലുകളെല്ലാം എടുക്കാൻ പറ്റും. അതേസമയം മഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വിഷ്വലുകൾ ഒന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല. ഈ കാണുന്നതാണ് കേട്ടോ മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന ഗ്യാപ്പ് റോഡിന്റെ വ്യൂ ആണ് കാണുന്നത്. എത്ര ദൂരത്തുള്ളതാണെന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞ് കയറി കിടക്കുന്ന ഒരു കോട കയറി കിടക്കുന്നതായതുകൊണ്ടാണ് ഈ ഭാഗം കാണാൻ പറ്റാത്തത്. ഇത് തമിഴ്നാട്ടിലെ കൃഷിത്തോട്ടങ്ങളാണ്, തേനി ആ ഭാഗത്തുള്ള കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ ഈ മഞ്ഞ് മൂടിയ ഈ ഭാഗത്ത് കാണുന്നത്. ഇതൊക്കെ മൂന്നാറിന് സമീപത്ത് തന്നെയുള്ള തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളും മറ്റ് അവരുടെ സ്ഥലങ്ങളും കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ബാക്കിയൊക്കെ കാണുന്നതെല്ലാം. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ നമ്മുടെ തമിഴ്നാട് കേരളം ബോർഡർ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കൃത്യം ബോർഡറാണ് കേട്ടോ ഈ ഭാഗം വരുന്നത്. അപ്പോൾ ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് തമിഴ്നാടും ഇപ്പുറത്തെ സൈഡ് കേരളമാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് മൂന്നാർ, അപ്പുറത്തെ സൈഡ് തേനി, അങ്ങടെ കൊടൈക്കനാൽ, അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് ഇനി വേറെ വഴിക്കാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു 2-3 ഷോട്ടുകൾ കൊണ്ട് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ മീശപ്പുലിമലയിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്.
ഓരോ യാത്രകളും ഉണ്ടല്ലോ, ഓരോ അനുഭവങ്ങളാണല്ലേ, ഓരോ കാഴ്ചകളും, ഓരോ പുതിയ അറിവുകളും. അപ്പോൾ ഇന്നത്തെ ഈ മീശപ്പുലിമല യാത്ര എന്ന് പറയുന്നത് മനോഹരമായ ട്രെക്കിങ്ങും ആ കാനനപാതയും ഒക്കെ കടന്ന്, അതായത് മനോഹരമായ വന്യജീവികൾ ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തു കൂടെ നടന്നു പോകുമ്പോൾ തോന്നുന്ന അതേ ഫീലോടുകൂടി, അതേ ഉന്മേഷത്തോടു കൂടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമായ ഒരു യാത്രയാണ് മീശപ്പുലിമലയിൽ നമുക്ക് കിട്ടുക. മൃഗങ്ങളോടും പ്രകൃതിയോടും ഒക്കെ ഇണങ്ങി ചേർന്നുള്ള ഒരു യാത്ര. മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഒന്നാകുന്ന, ലതാദികളും എല്ലാം, പ്രകൃതിയും എല്ലാം ഒന്നാകുന്ന ഒരു സുന്ദരമായ ഒരു നിമിഷത്തിൻ്റെ അനുഭവവും പേറി ഉള്ള ഒരു മീശപ്പുലിമല യാത്ര ഇന്ന് ഇവിടെ തീരുകയാണ്. വീണ്ടും എന്തെങ്കിലും ഒരിക്കൽ കൂടി വരണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെ ഈ മീശപ്പുലിമലയിൽ നിന്ന് ഞങ്ങൾ പടിയിറങ്ങുകയാണ്. അങ്ങനെ അവസാനം റോഡോമാൻസിന്റെ അടുത്തുള്ള പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളും എപ്പോഴും ഒരു പ്രോത്സാഹനമാണ്. അതുപോലെ ലൈക്കും കമൻറ്റുകളും ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.